പന്നിയങ്കര ടോൾ പ്ലാസ വിഷയം. 4 ചക്ര ഓട്ടോറിക്ഷ ഉടമകളും സ്കൂൾ വാഹന ഉടമകളും മെയ് 1 ടോൾ പ്ലാസ ഉപരോധിക്കും. സംയുക്ത സമരസമിതി ഭാരവാഹികൾ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 7.5 കിലോമീറ്റർ പരിധിയിലുള്ള 4 ചക്ര ഓട്ടോറിക്ഷകൾക്ക് സൗജന്യം അനുവദിക്കുക, സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ ഒഴിവാക്കുക, പ്രദേശവാസികൾക്കുള്ള സൗജന്യം സംബന്ധിച്ച ആശങ്ക ഒഴിവാക്കുക, അർഹരായവരുടെ സൗജന്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പന്നിയങ്കര ടോൾ പ്ലാസ ഉപരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സംയുക്ത സമരസമിതി. ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കുള്ള സൗജന്യം സംബന്ധിച്ച് തീരുമാനമായെങ്കിലും ഇപ്പോഴും അത് കൃത്യമായി നടപ്പിലാക്കുന്നില്ല. കൂടാതെ 4 ചക്ര ഓട്ടോറിക്ഷകൾക്കുള്ള സൗജന്യം തുടരണമെന്ന കെ രാധാകൃഷ്ണൻ എംപിയുടെ നിർദ്ദേശമുൾപ്പെടെ അട്ടിമറിച്ചാണ് ടോൾ പ്ലാസ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സാധാരണ ഓട്ടോറിക്ഷകൾ പോകുന്ന ട്രാക്കിലൂടെ 4 ചക്ര ഓട്ടോറിക്ഷകൾക്കും സൗജന്യ യാത്ര അനുവദിക്കണമെന്നും 7.5 മുതൽ 9.4 കിലോമീറ്റർ വരെയുള്ളവരുടെ സൗജന്യ യാത്ര ഉറപ്പുവരുത്തണമെന്നും അല്ലാത്തപക്ഷം ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും സമരക്കാർ തീരുമാനിച്ചത്. യോഗം ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒരു 5-6 പഞ്ചായത്തുകൾ ക്രമസമാധാനം പാലിക്കേണ്ട അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, സമീപ നിയോജക മണ്ഡലത്തിലെ MLA ഉൾപ്പെടെ 10-12 ലക്ഷം വോട്ടുകൾ വിനിയോഗിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MPയും 1-1.5 ലക്ഷം വോട്ടുകൾ നേടി അല്ലെങ്കിൽ വിനിയോഗിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLAയും ഒക്കെ ഇരുന്ന ഒരു രീതിയിൽ ഏതോ സർക്കാരിൻ്റെ ഏതോ കരാർ കമ്പനിയുടെ 2 ആളുകൾ വന്ന് ഒരു ഉത്തരവാദിത്ത ബോധമില്ലായ്മയും പറഞ്ഞത് അപ്പാടെ കേട്ട് വിശ്വസിച്ചു പോകാൻ ഈ ജനാധിപത്യ സംവിധാനത്തിലുണ്ടായ ഏറ്റവും വലിയ നെറികെട്ട ഒരു തീരുമാനത്തിനെതിരെയാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. കൺവീനർ ജിജോ അറയ്ക്കൽ അധ്യക്ഷനായി. വിവിധ സംഘടനാ നേതാക്കളായ CK അച്യുതൻ, സുരേഷ് വേലായുധൻ, PK ഗുരു, ഇലിയാസ് പടിഞ്ഞാറേക്കളം, ഫൈസൽ, താജുദ്ദീൻ, മോഹനൻ പള്ളിക്കാട് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.